ഇനി ചിരിക്കണ്ട, അതായത് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യം പറയണം. നേരെ നിൽക്കും അവിടെ, അത് അങ്ങടെയാണോ ക്യാമറ? നേരെ നിൽക്കൂ. ഓക്കെ, സോ ഇൻട്രൊഡ്യൂസ് ചെയ്യൂ ഒന്ന്, സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഇമ്മാനുവൽ എന്നാണ്. കോട്ടയം കാഞ്ഞിരപ്പള്ളിക്കടുത്ത് എരുമേലിയിലാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, 2 ചേച്ചി, 2 അനിയത്തി, 1 അനിയൻ. അത് 6 പേരും പിന്നെ ഒരു അച്ഛനും അമ്മയുടെ ഒരു കുഞ്ഞു കുടുംബമാണ്. എന്നെ സ്നേഹമുള്ളവർ എന്നെ ഇമ്മച്ചൻ എന്ന് വിളിക്കും. സ്നേഹമില്ലാത്തവർ എന്നെ അത് പറയാൻ പറ്റില്ല. പക്ഷേ എന്നെ തന്നെ വിളിക്കുന്നത് ഇമ്മാനുവൽ ഒഴികയിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത്. ഇപ്പം ഞാൻ നിലവിൽ എനിക്ക് കുറച്ച് പാഷൻ ഉണ്ട്, ഒരു ഡ്രീം ഉണ്ട്, അതുപോലെ ഒരു ഹോബി ഉണ്ട്. പക്ഷേ ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഹാർഡ് വർക്ക്, ഇതൊക്കെ ഒരു ബേസിക് ഫണ്ട് വേണമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ കുറച്ച് പാർട്ട് ടൈം ആയിട്ട് കുറച്ച് ജോലി ചെയ്യാണ്. എൻ്റെ ഒരു പാഷൻ എന്നുള്ളത് ഇത് തന്നെയാണ്. നല്ലൊരു ഒറേറ്റർ ആവുക, കണ്ടന്റ് ക്രിയേറ്റർ ആവുക, അതുപോലെ തന്നെ ഐഡിയേറ്റർ ആവുക. ഇതാണ് എൻ്റെ പാഷൻ എന്ന് പറയുന്നത്. പിന്നെ എനിക്കൊരു ഡ്രീം ഉണ്ട്. ഡ്രീം എന്ന് പറഞ്ഞാൽ ഈ കണ്ടന്റിനെ നല്ല രീതിയിൽ സെയിൽ ചെയ്യുക, നല്ലൊരു ഓൺടർപ്രണർ ആവുക എന്നുള്ളതാണ് എൻ്റെ ഡ്രീം. അതുപോലെ എനിക്കൊരു ഹോബി ഉണ്ട്. ഹോബി എന്ന് പറഞ്ഞാൽ എനിക്കൊരു പടമൊക്കെ വരയ്ക്കാൻ, ചിത്രമൊക്കെ വരയ്ക്കാൻ ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ഇതിനുവേണ്ടിയൊക്കെ കുറച്ച് ബേസിക് ഫണ്ട്, ഞാൻ ഡിഗ്രി കഴിഞ്ഞോട്ട് തന്നെ ഞാൻ നേരെ കുറച്ച് വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിട്ട് ഞാൻ നേരെ എറണാകുളത്ത് വരികയായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് വർക്ക് ചെയ്തിട്ട് ഇതിനുവേണ്ടി ഇങ്ങനെ ഫോളോ ചെയ്യണം. രാവിലെ തൊട്ട് ഉച്ച വരെ ഞാൻ ഇതിനുവേണ്ടിയൊക്കെ ട്രൈ ചെയ്യും. ഇത് സ്ക്രിപ്റ്റ് ഇടുന്ന അതൊരു ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതി വെക്കും. അങ്ങനെ ചെറിയൊരു പ്രോഗ്രാംസ് ഒക്കെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ അങ്ങനെയൊക്കെ വിളിക്കുകയാണെങ്കിൽ ഞാൻ പോയി ക്ലാസ്സസ് ഒക്കെ എടുക്കും. അതിൻ്റെ വേണ്ടി പ്രിപ്പറേഷൻ രാവിലെ തൊട്ട് ഉച്ച വരെ ചെയ്യും. പിന്നെ ഉച്ച തൊട്ട് വൈകിട്ട് വരെ ഞാൻ സെയിലിൽ നിൽക്കും. പിന്നെ ഒരു നൈറ്റ് തൊട്ട് ഞാൻ ഡെലിവറി ബോയ് ആയിട്ട് ഓടാറുണ്ട്, സ്വിഗ്ഗിയിലൊക്കെ ഓടാറുണ്ട്. അപ്പം അങ്ങനെ ആണ് ഒരു ഡേ എൻ്റെ കഴിഞ്ഞു പോകുന്നത്. പക്ഷെ ആള് മിടുക്കനാണ് കേട്ടോ, എന്തെല്ലാം ജോലി ചെയ്യുന്നുണ്ട്. ആ പാഷൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സമയം എല്ലാം ചെലവഴിച്ച് അതിന് ഇപ്പൊ തന്നെ എല്ലാവിധ ഭാവുകങ്ങളും ഒരു വലിയ വിജയമായി തീരട്ടെ. താങ്ക് യു. ഇപ്പൊ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പിള്ളേർക്കും അതൊരു വലിയ മാതൃകയാണ്. അതെ, യു ആർ ഡൂയിങ് ഓൾ ഓഫ് ദീസ് ജോബ് ആൻഡ് യു ആർ വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. അത് പറയുന്നുണ്ട്. നമുക്ക് വിശക്കുമ്പോ കറക്റ്റ് സമയത്ത് ഫുഡ് കൊണ്ട് എത്തിക്കുന്ന ആളാണ്. വാട്ട് ഈസ് യുവർ സെയിൽസ്? എന്താ സെയിൽ ചെയ്യുന്നത്? ഞാൻ ഒരു ക്ലോത്തിന്റെ ഷോപ്പിലാണ്, ഡ്രസ്സസ് ആണ് അത് അടിപൊളി. 2 ജോലിയും ചെയ്യുന്നുണ്ട്, ഉച്ചവരെ പാഷനും ഫോളോ ചെയ്യുന്നുണ്ട്. ഓഡിഷന് പോക്കും പരിപാടികളും. ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പം ഞാൻ കോളേജിൽ അത്യാവശ്യം ആക്റ്റീവ്, പ്രോഗ്രാംസിലൊക്കെ ആക്റ്റീവ് ആണ്. ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് വേണമെങ്കിൽ ഹയർ സ്റ്റഡീസിന് വേണേൽ പോവാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പോകുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ വീട്ടിൽ ചെന്ന് ചിലപ്പോൾ അത്യാവശ്യം ഫുഡൊക്കെ എൻ്റെ അപ്പനും അത് തരാൻ വേണ്ടി പറ്റും. പക്ഷെ എനിക്ക് തോന്നി വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കണം എന്ന് എനിക്ക് തോന്നി. അതിലേക്കൊന്നും പോകണ്ട. ഇതിന്റെ കൂടെ തന്നെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ എൻറോൾ ചെയ്തിട്ട് PG എടുക്കൂ. അതിനൊന്നും ഒരു പൈസ ചെലവില്ല. ഗവൺമെന്റിന്റെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, തുച്ഛമായ പൈസ. വീട്ടുകാർക്ക് അധികം ബുദ്ധിമുട്ടിക്കണം ആഗ്രഹമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ സെയിലൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പം ചിലർക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. മീൻസ് എൻ്റെ അച്ഛൻ ടീച്ചറാണ്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ വരുമ്പോൾ അയ്യോ അവൻ ഇങ്ങനത്തെ ജോലിയാണ് ചെയ്യുന്നത്, ചിലരൊക്കെ ഇങ്ങനെ നെഗറ്റീവ് പറയാൻ സാധ്യത. പക്ഷെ ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഞാൻ പ്രൗഡാണ്. കാരണം ഒരു ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയ ഒരാൾക്ക് പെട്ടെന്ന് ഒരു ജോലി, മീൻസ് ഒരു നല്ലൊരു സാലറിയുള്ള ജോലി ഇന്നത്തെ കേരളത്തിൽ കിട്ടൂല. ജസ്റ്റ് ഞാൻ BA ഇംഗ്ലീഷാണ് ഡിഗ്രി പഠിച്ചത്. ഒരുപാട് വലിയ ജോലി ചെയ്യുന്ന കമ്പനീസിൽ അവരൊക്കെ ഇന്റേൺഷിപ്പിന് വേണ്ടി ഇതുപോലെ ഡോർ ടു ഡോർ സെയിൽസിന് പോകാൻ പറയും. കാരണം ലൈഫിൽ എത്ര ആളുകളെ കാണുന്നത് ആ ഷോപ്പിൽ നിൽക്കുമ്പോൾ, എത്ര പേരുടെ ഫേസ് ആണ് ഒരു ദിവസം കാണുന്നത്. ഇവരൊക്കെ വെൻ യു ആർ ആൻ ആർട്ടിസ്റ്റ് യു ആർ ഒബ്സർവിംഗ് ഓൾ ഓഫ് ദാറ്റ്. അതൊക്കെ നമുക്ക് കാശ് കൊടുക്കാതെ കിട്ടുന്ന കുറെ ടാലന്റ് ആണ്. പിന്നീട് ഒരുപാട് പേര് അവരുടെ സ്റ്റാർട്ടിങ് ഇത് തന്നെയായിരുന്നു, സെല്ലിംഗ്. അതാണ് എപ്പോഴും പറയുന്നത്. ഭയങ്കര ഒരു മിടുക്കനായിട്ടുള്ള ഒരാളാണ്. ഐ തിങ്ക് എവ്രിബഡി ഷുഡ് ഡു ദാറ്റ്. കാരണം ഒരു സെയിൽസുകാരനെ കാണുമ്പോൾ ആരും വളരെ റെസ്പെക്ട്ഫുള്ളി സ്വീകരിക്കുന്ന ആളല്ല. അവിടെ യു ലേൺ ആറ്റിറ്റ്യൂഡ്, യു ലേൺ പേഷ്യൻസ്, കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും.